എടി മീനാക്ഷി, നീ എന്നിട്ട് വാ, ഇവിടെ ആകെ പ്രശ്നങ്ങളാ. മക്കളെ ഒന്നിങ്ങ വന്നേടാ, എനിക്ക് തീരെ വയ്യടാ, ഇങ്ങനെ വന്നേടാ. ആംബുലൻസ് വരുന്ന പോലെ അമ്മ വരുന്ന മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. സമ്മതിക്കല. എടി പെണ്ണെ, നിനക്ക് അതറിയാൻ പറ്റത്തില്ല. വയ്യാതെ വരുമ്പോഴേ അതിന്റെ വിഷം അറിയാൻ പറ്റത്തുള്ളൂ. പെണ്ണെ, നീ കൂടുതൽ ആളുമൊന്നും വേണ്ട, എന്റെ വിഷം എനിക്ക് അറിയാവുള്ളൂ. അടുക്കള ഗ്യാസ് കിട്ടുന്ന പേര് നമുക്ക് വേണ്ട. അമ്മേനെ കളക്ട് ചെയ്താൽ മതി, ഗ്യാസ് കിട്ടിക്കോളും. അത് ശരിയാ, അമ്മ അലാറം അടിച്ചോണ്ട് ആളെ കത്തിക്കോളും. ശരിയല്ലേ? എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. മനുഷ്യ, രാവിലെ തുടങ്ങിയ ഗ്യാസ, എനിക്കാണെങ്കിൽ വയ്യ. ചെന്നൊന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് പോവാ. കണ്ട പൊന്നു പാറു, നീ എവിടെ പോയാലും നല്ല രസം കേൾക്കാൻ. പൂച്ചയ്ക്ക് മണി കെട്ടിയ പോലെയാ. മരുന്നൊന്നും മേടിക്കണ്ട ചായി, അമ്മ ഇങ്ങനെ ചോളം വെച്ച് നടക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. വേണ്ടെന്നാ, അല്ലെങ്കിൽ വെളുത്തും വരെ അമ്മ ഇങ്ങനെ തോന്നിട്ടുണ്ട്. ദശമൂലർഷ്ട ഇത് കഴിച്ച ഗ്യാസ് പമ്പോട്. എന്റെ ദൈവമേ, രാവിലെ തുടങ്ങിയതാ. ഇപ്പൊ മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. സാരമില്ലടി, അത് കുടിച്ചല്ലേ ഉള്ളൂ, ഇപ്പൊ മാറിക്കോളും. ജീരകം പുറത്ത് വെള്ളം കുടിച്ചാവേ. മല്ലിപ്പൊടി പ്രയോഗം നടത്തിയ എല്ലാ പ്രയോഗവും നടത്തുക. വാക്കുകളിൽ ഇപ്പോഴും മോള് തന്നെ. കുറഞ്ഞോളൂടി. കുറഞ്ഞോളും എന്ന് പറഞ്ഞാ മതിയോ? അടുക്കള ഇത് തീ പോലും പിടിപ്പിച്ചിട്ടില്ല. എടി പെണ്ണെ, നീ പോയ പണി ചെയ്യാൻ നോക്ക. അടുക്കള ഒന്നും ഒരു രക്ഷയില്ലമ്മ, എനിക്കും ഗ്യാസ്. ഓടി അടുക്കളയിലേക്ക്.